ഇവിടെ എങ്ങും ആരുമില്ല. ആ ശബ്ദം എവിടെ നിന്നായിരിക്കും കേട്ടത്? മാഡം, ഞാൻ ഇറങ്ങട്ടെ. ശ്യാമ മേഡത്തിന്റെ പ്രോഗ്രാം കാണുന്നുണ്ടോ? അത് കാണാതിരിക്കോ? ഉറപ്പായിട്ടും ഞാൻ കാണും. എന്നിട്ട് വേണം എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാൻ. ശരിയെന്നാ. പെട്ടുപോയെന്നാ ഞാൻ കരുതിയത്. വരണിനെ അവളെങ്ങാ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴപ്പമായേനെ. അമ്മയുടെ കഥ മകൾ കേൾക്കാൻ പോവാ. ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ. ഹലോ. ആ, താൻ വന്നോ? വരണം. എപ്പോഴാ വന്നേ? ഈ വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേരായല്ലോ. ഞാൻ വരുമ്പോ വരുൺ ഇവിടെ ഇല്ലായിരുന്നു. ആ, അതോ എന്റെ ഈ ഷർട്ടിൽ എന്തോ പറ്റിയോടോ. അന്ന് കഴുകാന്ന് വെച്ചപ്പോഴേ വെള്ളം നോക്കിയിട്ടാണെങ്കിൽ കാണുന്നുമില്ല. ഞാൻ ദേ അപ്പുറത്തെ വീട്ടിൽ കയറി കുറച്ച് വെള്ളം എടുത്ത് അവിടെ നിന്ന് വാഷ് ചെയ്ത് കളഞ്ഞു. ആ നേരത്തായിരിക്കും ഞാൻ വന്നേ. നോണ പറയല്ലേ? വരുൺ ഫിദ മാഡത്തിന്റെ വീട്ടിനകത്തുണ്ടായിരുന്നില്ലേ? വരുണിനെ ഞാൻ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തല്ലോ. ആ, അതെന്തിനാടോ ഞാൻ ഫിദ മാഡത്തിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നേ? ഞാൻ എപ്പോഴും പോകാറുള്ളതല്ലേ അവിടെ. എങ്കി പറ, വരുൺ എന്തിനാ വന്നേ? അത് മുത്തശ്ശി എന്നോട് പറഞ്ഞു താൻ ഫിദ മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. നമുക്ക് ഒരുപാട് ഭീഷണിയൊക്കെ ഉള്ളതല്ലേ, അതിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടേ, അതിന് വന്നതാ അടിയൻ. ഓ, ഓക്കെ. ആ പിന്നെ വരുൺ, ഇന്ന് ടി വിയിൽ ശ്യാമ മാഡത്തിന്റെ അഭിമുഖമുണ്ട്, ലൈവാ. ഓ, അതിനെന്താ, ഈ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ഒക്കെ സാധാരണ വരാറുള്ളതല്ലേ. അങ്ങനല്ല, ശ്യാമ മാഡം ആദ്യമായിട്ടാ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യല്ലേ? ആ, അത് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം, നമുക്കിപ്പോ എന്താ. വരണേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ശ്യാമ മാഡം അങ്ങനെ ഒരാളാണോ നമുക്ക്? വരുൺ കാണുന്നില്ലെങ്കിൽ കാണണ്ട, എനിക്ക് കാണണം. ഞാൻ അന്വേഷിക്കുന്ന കുറെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടാനുണ്ട്. നമുക്ക് പോവാം. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി.